അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസിനികളെ, എന്തുകൊണ്ടും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ ആ വലിയ ഒരു പ്രതിഫലം അള്ളാഹു ഓഫർ ചെയ്ത മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. നമ്മളുടെ നോമ്പും തറാവീഹും ഖുർആനോത്തും അനുബന്ധ കർമ്മങ്ങളും സുന്നത്തും ഫർളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. നമ്മളിൽ പലരും ശ്രദ്ധിക്കുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതായ സക്കാത്ത് ഞാനും നിങ്ങളും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ റമളാൻ ആകട്ടെ എന്ന് വെച്ച് ഒരു കൂട്ടം മുതലാളിമാർ അതിനെ പിന്തിക്കാറുണ്ട്. ഇത് രണ്ടും ശരിയായ കാര്യമല്ല. റമളാനിൽ സക്കാത്ത് കൊടുക്കുന്ന ദാനധർമ്മത്തിന് കൂടുതൽ കൂലി ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. എന്നാൽ സക്കാത്ത് നിർബന്ധമാകുന്നത് നമ്മൾ കച്ചവടം തുടങ്ങി നമുക്ക് ആ പറയുന്ന സക്കാത്ത് കൊടുക്കാനുള്ള മുതൽ 85 ഗ്രാം സ്വർണത്തിൻ്റെ പൈസ നമ്മുടെ കയ്യിലാകുന്ന ആ സമയം, ആ വർഷം തികയുമ്പോഴാണ് നമ്മൾ ആ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ എന്നാൽ പലരും അത് കൊടുക്കുന്നില്ല എന്നുള്ളത്. പലരും നമസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്. പക്ഷേ സക്കാത്തിൻ്റെ വിഷയം വരുമ്പോൾ വലിയ അമാന്തമാണ് അവിടെ കാണിക്കുന്നത്. നമസ്കാരത്തെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹു നമ്മെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി അവൻ സക്കാത്ത് കൊടുത്തുകൊള്ളട്ടെ. സക്കാത്ത് കൊടുക്കാത്ത ഒരാൾ എത്ര ഹജ്ജ് ചെയ്താലും അവൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കില്ല, അവൻ്റെ ഉംറ അള്ളാഹു സ്വീകരിക്കില്ല, അവൻ്റെ ഒരു സുബ്ഹാനല്ലാഹ് പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തതാണ്. ആരാധനകളുടെ പൂർത്തീകരണത്തിന് അത് ആവശ്യമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ തന്നെ തനിക്ക് കിട്ടാനുള്ള മാസശമ്പളം ഏതെങ്കിലും കാരണവശാൽ ഒരു വർഷം തുടർച്ചയായി കിട്ടാതിരിക്കുകയും പിന്നീട് അത് കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ തന്നെയും ആ ശമ്പളത്തിൻ്റെ സക്കാത്ത് ആ സർക്കാർ ജോലിക്കാരൻ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റൂ. ധനം എന്ന് പറയുന്നത് പരലോകത്ത് ചോദിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. അതിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അമിതമായി ദൂർത്തടിച്ചും അല്ലെങ്കിൽ ചെലവഴിക്കേണ്ടിയുള്ളിടത്ത് ചെലവഴിക്കാതെയും, അതായത് പിശുക്ക് കാണിക്കുന്നതും പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ കണ്ടാൽ അവരിൽ നിന്ന് ഓടി ഒളിക്കുക, അവരോടൊപ്പം സമയം ചിലവഴിക്കാതിരിക്കുക. ആ ഒരു വിഭാഗം പിശുക്കനാണ്. പിശുക്കൻ്റെ കൂടെ നമ്മൾ ചെലവഴിച്ചാൽ നമ്മളും പിശുക്കനായി മാറും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, പിശുക്കനെ നിങ്ങൾ സൂക്ഷിക്കുക, അയാളോടൊപ്പം അമിതമായ സമയം നിങ്ങൾ ചിലവഴിക്കാതിരിക്കുക. ഇനി ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യയ്ക്ക് മഹർ സക്കാത്ത് കൊടുത്ത ആ മഹറിനും സക്കാത്തുണ്ട്. അതിൻ്റെ ഒരു ഓഹരി, ആ സക്കാത്തിൻ്റെ കാലാവധി ഒരു വർഷം തികയുമ്പോൾ തീർച്ചയായിട്ടും ആ സക്കാത്ത് കൊടുത്തിരിക്കണം. എന്നാൽ ഭർത്താവ് മഹർ കൊടുക്കാതിരിക്കുകയും ഭാര്യ അത് പൊരുത്തപ്പെടുകയും ചെയ്താൽ അതിന് സക്കാത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ബന്ധുക്കളെ പരിഗണിക്കുമ്പോൾ മാതാവ് വഴിക്കുള്ള ബന്ധവും പിതാവ് വഴിക്കുള്ള ബന്ധം, ഇത് രണ്ടും ഇസ്ലാം ഈക്വലായിട്ടാണ്. ഒരാൾക്കും അതിര് കവിഞ്ഞത് കാണിക്കുന്നില്ല. ഇസ്ലാം തുല്യനീതിയാണ്. മാതാവിൻ്റെ സഹോദരങ്ങളും അവിടെ തുല്യനീതിയാണ്, പിതാവിൻ്റെ സഹോദരങ്ങൾക്കും തുല്യനീതിയാണ്. ഇവർക്കിടയിൽ നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല. സ്നേഹമുള്ള ബന്ധുക്കൾക്കാണ് സ്നേഹമില്ലാത്ത ബന്ധുക്കളെക്കാൾ കൂടുതൽ സക്കാത്ത് കൊടുക്കുമ്പോൾ അവരെ നിങ്ങൾ മുന്തിക്കണം. അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ അകലെ താമസിക്കുന്ന ബന്ധുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അയൽവാസിയേക്കാൾ മുന്തിക്കണമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ സജ്ജനങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവർ, അത്യാവശ്യക്കാർ എന്നിവരെ ദോഷികളെക്കാളും ആവശ്യമില്ലാത്തവരെക്കാളും മുൻഗണന നൽകണം. അതായത് നമ്മുടെ പരിസരത്തൊരു കള്ളുകുടിയനുണ്ട്, അപ്പുറത്തൊരു സജ്ജനമായ പാവപ്പെട്ട ഒരു നല്ല ഒരു ആലിമായ മനുഷ്യനുണ്ട്. പക്ഷേ സാധുവാണെങ്കിൽ ആ കള്ളുകുടിയനേക്കാൾ മുന്തിക്കേണ്ടത് ആ ആലിമായ പാവപ്പെട്ട ഉസ്താദിനാണെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ആളുകളുണ്ട്, പണത്തിന് വളരെ അത്യാവശ്യമുള്ള ആളുകളുണ്ട്, എന്നാൽ അത്തരം അത്യാവശ്യമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണത്തിന് ആവശ്യമായി വരുന്ന ആളെ നീ മുന്തിക്കണമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. സദക്ക എന്ന് പറയുന്ന ഒരു കാര്യം അമുസ്ലിമിന് നൽകിയാലും പ്രതിഫലം ലഭിക്കും. സക്കാത്ത് മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് നൽകേണ്ടത്. സദക്ക കാഫിറിന് നൽകിയാൽ ലഭിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാഫിറിന് സദക്ക നീ നൽകിയാലും
ഹലാലായ മുതലേ നീ നൽകാവൂ. ഹറാമായതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നതും സദക്ക കൊടുക്കുന്നതും ഹറാമ് തന്നെയാണ്. അപ്പോൾ ഹറാമായ പൈസ കൊണ്ട് നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും, പള്ളിക്ക് കൊടുത്താലും മറ്റുള്ള എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും നിന്റെ സമ്പാദ്യം ഹറാമ് ആണെങ്കിൽ അതിന് കൂലി ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. അതുകൊണ്ട് നമ്മുടെ വരുമാനം അത് വളരെ ശുദ്ധമായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അത് ശ്രദ്ധിക്കണം. സക്കാത്തിന് 8ഓളം വരുന്ന അവകാശികളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പഠിപ്പിക്കുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഫക്കീറാണ്. വരുമാനം ചിലവിൻ്റെ പകുതി ലഭിക്കുക, അതായത് വരുമാനം, അതായത് 1000 രൂപ ഒരു ദിവസം എനിക്ക് എൻ്റെ കുടുംബം മാന്യമായി പുലർത്താൻ എനിക്ക് 1000 രൂപ എൻ്റെ കയ്യിൽ വേണം, എനിക്കൊരു ദിവസം 500 രൂപയെ വരുമാനമുള്ളൂ എങ്കിൽ ഞാൻ ഫക്കീറാണ്, ഞാൻ സക്കാത്തിന് അവകാശിയാണ്, അവന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. 2 മിസ്കീൻ, വരുമാനം ചിലവിന് തികയാത്തവർ. ഇന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വരുമാനത്തിൽ ചിലവ് എത്ര രൂപ വേണമോ അതിനേക്കാൾ താഴെയാണ് ആ മനുഷ്യൻ്റെ വരുമാനമെങ്കിൽ അവന് നീ തീർച്ചയായിട്ടും സക്കാത്ത് കൊടുക്കണം. അതാണ് 2ാമത്തെ വിഭാഗം. അതുപോലെ തന്നെ സക്കാത്ത് പിരിച്ച് കണ്ടുകെട്ടി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഒരു വിഭാഗം നമുക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു. ആ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് 3ാമത്തെ രീതിയിൽ വരുന്നത്. ഇനി ക്രൈസ്തവ സഹോദരങ്ങളിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചവർ, അതായത് പുതുവിശ്വാസികൾ, ഇവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരുടെ കൂട്ടക്കാർ കൈയൊഴിയും, കുടുംബക്കാർ കൈയൊഴിയും. അങ്ങനെ ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന, വരുമാനം തികയാത്ത ആളുകൾ, പുതുവിശ്വാസികൾ, അവർ സക്കാത്തിൻ്റെ ഒരു അവകാശിയാണ്. അനുവദനീയമായ കാര്യത്തിന് കടം വാങ്ങി കടക്കാരായവർ, അതായത് ഹറാമായ കാര്യത്തിന് വേണ്ടി ലോൺ എടുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ല ഹലാലായ ആവശ്യത്തിന് വേണ്ടി, ജീവിതം ഭാര്യയും മക്കളെയും വളർത്തുന്നതിന് വേണ്ടി കടം വാങ്ങി അവസാനം ഗത്യന്തരമില്ലാതെ, പണമൊന്നുമില്ലാതെ ഫക്കീറായി മാറിയാൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. അല്ലാതെ കള്ളു കുടിക്കാൻ വേണ്ടിയും അതുപോലെയുള്ള സിനിമാ ശാലകൾക്ക് വേണ്ടിയുമൊക്കെ പണം ചെലവഴിച്ച് കടക്കാരായനമല്ല. ഹലാലായ രീതിയിൽ അദ്ദേഹം ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ വന്ന അവർക്ക് അങ്ങനെ കടക്കാരായാൽ തീർച്ചയായിട്ടും നീ സക്കാത്ത് കൊടുക്കണം. പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ശുഹദാക്കൾ, പിന്നെ യാത്രക്കാരൻ, ഇവർക്കൊക്കെ സക്കാത്തിന് അവകാശമുണ്ട്, അവകാശമുണ്ട്. അർഹമായ നിലയിൽ അള്ളാഹു അത് കൊടുത്തു വിടാൻ എനിക്കും നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ അവസരോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. എനിക്കും കുടുംബത്തിനും ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.